നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ നടുക്കത്തിലാണ് ഓരോ ഇന്ത്യക്കാരും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ 241 വിമാനയാത്രക്കാരും അല്ലാതെയുള്ള പ്രദേശവാസികളടക്കം മരണസംഖ്യ 265 കവിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു സാഹചര്യത്തിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം അപകടം നടന്ന് 9 മണിക്കൂർ പിന്നിട്ടപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സ് ഇതിൽ അപകടം നടന്നതിൽ ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം എന്താണ് അപകടത്തിനുള്ള കാരണം എന്നുള്ളത് ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ സമയത്ത് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് പൈലറ്റ് നൽകിയിട്ടുള്ള സന്ദേശമാണ്. ഈ സന്ദേശം ഒരു പൈലറ്റും നൽകാൻ ആഗ്രഹിക്കാത്തൊരു സന്ദേശമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ഏറെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം അത് പറഞ്ഞു? ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള നിവൃത്തിയുമില്ലാതെ വന്ന നിമിഷത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവുക തുടങ്ങിയിട്ടുള്ള ചർച്ചകളും ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുകയാണ്. 2 എഞ്ചിനുകളുള്ള വിമാനമാണ് ബോയിങ് 787. പക്ഷികൾ വന്നിടിച്ചാലും 2 എഞ്ചിനുകളും ഒരുപോലെ തകരാറിലാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അപകട സാധ്യത സംബന്ധിച്ച അറിയിപ്പ് നൽകിയെന്നാണ് വിവരം. എന്നാൽ മാധ്യമങ്ങളിൽ വരുന്ന ഈ കാര്യത്തിന് ഔദ്യോഗികമായി സ്ഥിരീകരണമില്ല. അപകടം സുനിശ്ചിതമായാൽ മെയ് ഡേ എന്ന കോഡ് സന്ദേശമാണ് പൈലറ്റുമാർ നൽകുന്നത്. 2 എഞ്ചിനുകളും തകരാറിലായ വിമാനത്തിൽ അപകടം ഉറപ്പായ സാഹചര്യത്തിൽ പൈലറ്റ് ഈ സന്ദേശം നൽകിയിട്ടുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്. മറുപടി ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിമാനം തകർന്നിട്ടുണ്ടാവാമെന്നാണ് അനുമാനം. വിമാനങ്ങളും എയർ ട്രാഫിക് കൺട്രോൾ ടവറുകളും തമ്മിൽ നടക്കുന്ന റേഡിയോ ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന അപായ സൂചനാ സന്ദേശമാണ് മെയ് ഡേ. ജീവൻ അപകടത്തിലാവുന്ന അത്യന്തം ഗുരുതരമായ ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ അക്കാര്യം കൺട്രോൾ ടവറിൽ അറിയിക്കാൻ ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നതാണിത്. ആകെ 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആയിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത്. സഹ പൈലറ്റ് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറും. ക്ലൈവിന് 1100 മണിക്കൂറിന്റെ പരിചയ സമ്പത്താണുള്ളത്. അതായത് പരിചയസമ്പന്നരായിട്ടുള്ള പൈലറ്റുമാരും കോ പൈലറ്റുമാണ് വിമാനം പറത്തിയത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ കോ പൈലറ്റ് തന്റെ ബന്ധുവാണെന്നാണ് ബോളിവുഡ് നടൻ വിക്രാന്ത് മാസി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ AI-171 വിമാനം നിമിഷങ്ങൾക്കകം തകർന്നു വീണത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടത്തിൽ മരണപ്പെട്ടവരിൽ തന്റെ കസിൻ ഫസ്റ്റ് ഓഫീസറായ ക്ലൈവ് കുന്ദറും ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസർ ആയിരുന്നുവെന്നും വിക്രാന്ത് മാസി ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത്. ക്ലൈവ് സുന്ദറിന്റെ മരണത്തിൽ താരം അനുശോചനം അറിയിച്ചു. വിക്രാന്തിന്റെ അമ്മാവന്റെ മകനാണ് ക്ലൈവ് സുന്ദർ. അഹമ്മദാബാദിൽ ഉണ്ടായ ദാരുണമായ വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് എൻ്റെ ഹൃദയം തകരുന്നു. എൻ്റെ അമ്മാവൻ ക്ലിഫോർഡ് കുന്ദറിന് അദ്ദേഹത്തിന്റെ മകൻ ക്ലൈവ് കുന്ദർ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കൂടുതൽ വേദന തോന്നി. ആ വിമാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസറായിരുന്നു ക്ലൈവ്. ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദുരന്തം ബാധിച്ച എല്ലാവർക്കും ശക്തി നൽകട്ടെ എന്നാണ് വിക്രാന്ത് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. ഏതായാലും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടന്ന് 9 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിൽ എന്താണ് അവസാനമായി പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത്, എന്താണ് അപകടത്തിനുള്ള കാരണം എന്നുള്ളതെല്ലാം തന്നെ അതിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം 1:38 ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട AI-171 വിമാനം തകർന്നു വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ ജനവാസ മേഖലയിൽ വിമാനം വളരെ താഴ്ന്ന് ഏതാനും സെക്കൻഡുകൾ പറക്കുകയും ഒടുവിൽ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് തകർന്നു വീണ് തീഗോളമായി മാറുന്നതും കാണാം. പിന്നാലെ തീയും കനത്ത പുകയും പരിസരമാകെ നിറഞ്ഞു.